തൃശൂരിലെ പുലിക്കളി ഫണ്ട് വിവാദത്തിൽ പുലിക്കളി സംഘങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് സുരേഷ് ഗോപി. നാളെ വൈകിട്ട് തൃശൂർ രാമനിലയത്തിൽ വെച്ച് ചർച്ച നടക്കും. കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയ ധനസഹായം ലഭിക്കാതായതിനെ തുടർന്ന് പ്രതിഷേധം നടന്നുവരികയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ നീക്കം ഏത് രീതിയിലാണ്? ഇതിനോട് പുലിക്കളി സംഘം എങ്ങനെയാകും സഹകരിക്കുക? പുലിക്കളി സംഘങ്ങളെ നാളെ വൈകിട്ടാണ് സുരേഷ് ഗോപി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. എത്ര സംഘങ്ങൾ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. മുഴുവൻ സംഘങ്ങളും ഒരുപക്ഷെ പങ്കെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. നേരത്തെ കഴിഞ്ഞ ഓണക്കാലത്താണ്, 4ാം ഓണം ദിവസമാണ് തൃശ്ശൂരിൽ പുലിക്കളി നടക്കുന്നത്. ആ പുലിക്കളി നടന്നതിന് പിന്നാലെ തന്നെ സുരേഷ് ഗോപി ധനസഹായം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ധനസഹായം പ്രഖ്യാപിച്ചെങ്കിലും ഒരു വർഷത്തോടടുത്തിട്ടും ആ പണം ഇതുവരെ പുലിക്കളി സംഘങ്ങൾക്ക് ലഭിച്ചില്ല. 8 സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതമായിരുന്നു അന്ന് പ്രഖ്യാപിച്ചത്. റീഇംബേഴ്സ്മെന്റ് വ്യവസ്ഥയിൽ രേഖകൾ സമർപ്പിച്ച് സംസ്ഥാന ഗവൺമെന്റ് പണം നൽകുമ്പോൾ അത് ഇൻക്രെഡിബിൾ ഇന്ത്യ പ്രൊജക്ടിന്റെ ഭാഗമായി കേന്ദ്രത്തിന്റെ ടൂറിസം വകുപ്പിൽ നിന്നും ഈ പണം സംസ്ഥാനത്തിന് കൈമാറുമെന്നുള്ളതായിരുന്നു അന്ന് മന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനാവശ്യമായ രേഖകളെല്ലാം സമർപ്പിച്ചിട്ടും പുലിക്കളി സംഘങ്ങൾക്ക് ഇതുവരെയും പണം ലഭിച്ചില്ല. ഇതിനെ തുടർന്ന് പുലിക്കളി സംഘങ്ങൾ വിവിധ പ്രതിഷേധങ്ങളും പരാതികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ജൂലൈയിൽ ശക്തമായ ഒറ്റ പുലിക്കളി പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനവും സംഘങ്ങൾ എടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഈ കാര്യത്തിൽ ഒരു മീറ്റിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. രാമനിലയത്തിൽ നടക്കുന്ന മീറ്റിംഗിൽ പുലിക്കളി സംഘങ്ങളുടെ പരാതികൾ അദ്ദേഹം കേൾക്കാൻ തയ്യാറാകും. മുൻപ് ജില്ലാ കളക്ടർക്കും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്കും അടക്കം നിരവധി തവണ പുലിക്കളി സംഘങ്ങൾ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ ഈ പരാതിയിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് പുലിക്കളി സംഘങ്ങളെ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. ഏതായാലും ഇത്തരമൊരു പ്രതിഷേധം മുന്നിൽ കണ്ട് അത് അവഗണിക്കാൻ അതല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ ആണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നത് എന്നുള്ളതാണ് അത്തരത്തിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും BJPയോ സുരേഷ് ഗോപിയോ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു അറിയിപ്പും നൽകിയിട്ടുമില്ല. പുലിക്കളി സംഘങ്ങൾ എത്ര സംഘങ്ങൾ പങ്കെടുക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ നാളെ മാത്രമാകും മനസ്സിലാക്കാൻ കഴിയുക. സ്വാതി. ശരി ലെവിൻ.